Hello, dears. Good morning. Welcome back to our next history. Last day, we started our sixth chapter, the colonialism and the city. But that chapter excluded for our coming exam. So, we no need to study that chapter. So, we can start from your part 2 textbook. First chapter, seventh chapter, weavers and smelters and factory owners. So you need to take your part 2 textbook speedily, and your seventh chapter, that is weavers and smelters and factory owners. First we need to study about weavers. So introduction of that chapter, all of you listen to that. This chapter tells the story of the crafts and industries of India during British rule by focusing on two industries, namely textiles and iron and steel. Both these industries were crucial for the industrial revolution in the modern world. Mechanized production of cotton textiles made Britain the foremost industrial nation in the 19th century. And when its iron and steel industry started growing from the 1850s, Britain came to be known as the workshop of the world. What is saying in that paragraph? Listen to that. This chapter tells the story of crafts and industries of India during British rule. From India, when the British rule, this chapter tells about the events of crafts and industries. അല്ലെ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ക്രാഫ്റ്റ്സ് എങ്ങനെയായിരുന്നു, ഇൻഡസ്ട്രീസ് എങ്ങനെയായിരുന്നു അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഹൗ only focusing two items, by focusing on two industries, namely textiles and iron and steel. Textile industry, iron and steel industry എങ്ങനെയായിരുന്നു അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, that we will study from this chapter. Both these industries were crucial for the ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിൽ അല്ലേ, നമ്മൾക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ബ്രിട്ടൻ അല്ലേ. ബ്രിട്ടനിലാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മീൻസ് പല അവശ്യ വസ്തുക്കൾക്കും അല്ലേ, പല ഐറ്റംസ്, പല പ്രൊഡക്ഷനിലും മെഷീൻസ് യൂസ് ചെയ്യുക അല്ലേ. എല്ലാത്തിനും ആളുകളുടെ കൈകടത്തലുകൾ ഒഴിവാക്കിയിട്ട് മെഷീൻസ് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ നടത്തുക. അതായത് ആളുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 10 ഉണ്ടാക്കാൻ കഴിയുന്നതിന് ഒരു ദിവസം കൊണ്ട് മെഷീൻസ് കൊണ്ട് ആയിരക്കണക്കിന് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ്, മെയിനായിട്ടും ബ്രിട്ടനിൽ. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻസ് യൂസ് ചെയ്യുക, എന്നിട്ട് ഡബിളാക്കി പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രി ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയും കാരണം അതുകൊണ്ട് വേൾഡിലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി എന്നുള്ളതാണ് ഹിയർ സെയിം. ബോത്ത് ദീസ് ഇൻഡസ്ട്രീസ് അല്ലെ, വിച്ച് ആർ ദ ടെക്സ്റ്റൈൽസ് ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ, ബോത്ത് ദീസ് ഇൻഡസ്ട്രീസ് വർ ക്രൂഷ്യൽ ഫോർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ വേൾഡ്, മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ രണ്ട് ഇൻഡസ്ട്രിയും കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. മെക്കാനൈസ്ഡ് പ്രൊഡക്ഷൻ of cotton textiles made Britain the foremost industrial nation in the 19th century. അല്ലേ, 19th സെഞ്ച്വറിയിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് മെഷീൻസ് കൊണ്ട് പ്രൊഡക്ഷൻ നടത്തുക അല്ലേ. ആദ്യം എന്താണ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് കൊണ്ട് അല്ലേ, ചർക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് കോട്ടൺ തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അല്ലേ. അത് ഒരാൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം എണ്ണമൊന്നും ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്നാൽ ബ്രിട്ടനിൽ എന്ത് ചെയ്തു, എല്ലാത്തിനും മെഷീൻസ് യൂസ് ചെയ്തു. അങ്ങനെയാണ് മെക്കാനൈസ്ഡ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. എന്തിൻ്റെ, ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽസ്, ദാറ്റ് മെയ്ഡ് ബ്രിട്ടൻ ദ ഫോർമോസ്റ്റ് ഇൻഡസ്ട്രിയൽ നാഷൻ ഇൻ ദ 19th സെഞ്ച്വറി. 19th സെഞ്ച്വറിയിൽ എന്താണ്, ബ്രിട്ടൻ ആയിരുന്നു ഇന്ത്യയിലെ ഈ കോട്ടൺ കൊണ്ട് എന്തുണ്ടാക്കിയത്, നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തിയത്. ബ്രിട്ടനിൽ മെഷീൻസ് ഉണ്ടായി, ഇന്ത്യയിൽ നിന്നും കോട്ടൺ ഐറ്റംസ് കൊണ്ടുപോയി ഒരുപാട് തുണിത്തരങ്ങളിൽ ഒരേ സമയം പ്രൊഡക്ഷൻ നടത്താൻ കഴിഞ്ഞു ബൈ ദ ബ്രിട്ടീഷേഴ്സ് വെൻ ദ 19th സെഞ്ച്വറി.
And when its iron and steel industry started growing from the 1850s. 1850s iron and steel industry started. Britain came to be known as the workshop of the world. ആദ്യം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു ബൈ ദ ബ്രിട്ടീഷ്. അത് മെക്കാനൈസ്ഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റി. അതിനുശേഷം 1950s ഏത് സ്റ്റാർട്ട് ചെയ്തു? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൂടി മെഷീൻ കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ, അയണും സ്റ്റീലും. സോ അതിനുശേഷം ബ്രിട്ടൻ കെയിം ടു ബി നോൺ ആസ് വർക്ക്ഷോപ്പ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ വേൾഡിലോട്ടുള്ള എല്ലാ തുണിത്തരങ്ങളും സ്റ്റീൽ ആൻഡ് അയൺ എല്ലാം പ്രൊഡക്ഷൻ നടത്തിയത് ബ്രിട്ടനിലായിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് വൈ ദ ബ്രിട്ടൻ കെയിം ടു ബി നോൺ ആസ് ദ വർക്ക്ഷോപ്പ് ഓഫ് ദ വേൾഡ്. Okay, the next paragraph. The industrialization of Britain had a close connection with the conquest and colonization of India. You have seen chapter 2, how the English East India Company's interest in trade led to occupation of territory, and how the pattern of trade changed over the decades. In the late 18th century, the company was buying goods in India and export them to England and Europe, making profit through the sale. With the growth of industrial production, British industrialists began to see India as a vast market of their industrial products, and over time, manufactured goods from Britain began flooding India. How did this affect India's crafts and industries? This is a question we will explore in this chapter. Okay, what is saying in the second paragraph? The industrialization of Britain had a close connection with the conquest and colonization of India. ഇന്ത്യ കൊളോണൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കി ഭരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ബൈ ദ ബ്രിട്ടീഷേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയെ കോളനിയാക്കി എന്ന് പറയുന്നത്. ഇന്ത്യയെ കോളനൈസ് ചെയ്തതിനും കോൺകസ്റ്റ് ഇന്ത്യയെ കീഴടക്കിയതിനും പിന്നിൽ അല്ലേ നല്ലൊരു കണക്ഷൻ ഉണ്ട് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. കാരണം ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ആണെന്നുണ്ടെങ്കിലും സ്റ്റീൽ ആൻഡ് അയൺ ആണെന്നുണ്ടെങ്കിലും അതിനുള്ള റോ മെറ്റീരിയൽസ് അല്ലേ, അതിന് ഓരോ ഐറ്റംസ് വേണം ഉണ്ടാക്കാൻ. അത് ഇന്ത്യയിൽ നിന്ന് ചീപ്പ് റേറ്റിൽ അവർ കൊണ്ടുപോയി ബ്രിട്ടനിലോട്ട്. എന്നാൽ അവിടെ മെക്കാനൈസ്ഡ് പ്രൊഡക്ഷൻ നടത്തി ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം. അപ്പോൾ മെക്കാനൈസ്ഡ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഐറ്റംസ് ഇവിടെ ഇന്ത്യയിൽ തന്നെ നല്ല ഹൈ പ്രൈസിൽ വിറ്റഴിച്ചു. അപ്പം അതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ ക്ലോസ് കണക്ഷൻ ഉണ്ട് വിത്ത് ദ കോൺക്വസ്റ്റ് ആൻഡ് കൊളോണൈസേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കൊളോണൈസ് ചെയ്തതിനും കോൺക്വസ്റ്റ് ചെയ്തതിനും നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഹിയർ സെയിം. യു ഹാവ് സീൻ ചാപ്റ്റർ 2 ഹൗ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഇൻട്രസ്റ്റ് ഇൻ ട്രേഡ് ലെഡ് ടു occupation of territory. We studied from second chapter English East India Company. Actually they came to here for trade. എന്നാൽ അവരുടെ കമ്പനീസ് ഇൻട്രസ്റ്റ് ഇൻ ട്രേഡ് അവരുടെ കച്ചവടം നടത്താനുള്ള താല്പര്യം എന്തായി ലെഡ് ടു ഒക്കുപ്പേഷൻ ഓഫ് ടെറിട്ടറി. എന്നാൽ അത് ഇന്ത്യ കീഴടക്കലായി ആൻഡ് ഹൗ ദ പാറ്റേൺ ഓഫ് ട്രേഡ് ചേഞ്ച്ഡ് ഓവർ ദ ഡിക്കേഡ്സ്. ഓരോ 10 വർഷം കഴിയുമ്പോഴും ഈ ഒരു ട്രേഡ് ഈ ഒരു കച്ചവടം എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളതും വി സോ. ദെൻ in the late 18th century the company was buying goods in India and exporting to England and Europe. By late 18th century late 18th century company buying goods in India, ഇന്ത്യയിൽ നിന്ന് ഐറ്റംസ് വാങ്ങി ആൻഡ് എക്സ്പോർട്ടിങ് ദം ടു ഇംഗ്ലണ്ട് ആൻഡ് യൂറോപ്പ്, ഇംഗ്ലണ്ടിലോട്ടും യൂറോപ്പിലോട്ടും എക്സ്പോർട്ട് ചെയ്തു. മേക്കിംഗ് പ്രോഫിറ്റ് ത്രൂ ദ സെയിൽ. ഈ കച്ചവടത്തിലൂടെ ബ്രിട്ടൻ മേക്ക് എ ഹ്യൂജ് പ്രോഫിറ്റ് നല്ലൊരു ലാഭം തന്നെ എടുത്തു ബൈ ദ ബ്രിട്ടീഷേഴ്സ്. എങ്ങനെ? ഇന്ത്യയിൽ നിന്ന് ദേ ബോട്ട് വിത്ത് ചീപ്പ് പ്രൈസ് ആൻഡ് ദേ സോൾഡ് ഹൈ പ്രൈസ് ഇൻ യൂറോപ്പ്. ഓക്കെ, ദെൻ വിത്ത് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ വളർന്നപ്പോൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസ് began to see India as a vast market of their industrial production. മാത്രമല്ല ഇൻഡസ്ട്രി യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റായിട്ടും ഇന്ത്യയെ കണ്ടു. അതായത് അവർ മെഷീൻസ് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് നല്ല വിലയിൽ ഇന്ത്യയിൽ തന്നെ അവർ വിറ്റഴിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഓവർ ടൈം മാനുഫാക്ചേർഡ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ ബിഗാൻ ഫ്ലഡിങ് ഇന്ത്യ. മാനുഫാക്ചേർഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മെഷീൻ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് എന്താണ് ബിഗാൻ ഫ്ലഡിങ് ഇന്ത്യ. മീൻസ് ഇന്ത്യയിലോട്ട് തന്നെ അത് വരാൻ തുടങ്ങി ഫോർ സെയിൽ. ഹൗ ഡിഡ് ദിസ് അഫക്റ്റ്
Indian crafts and industries, Indian crafts and industries, how did this affect? This is a question we will explore in this chapter. For this question we will find answer from this chapter. Okay, here the next page. Indian textiles and world market. Indian textiles with a world market. Let's first look at the textile production. Around 1850s, before the British conquest Bengal, India was by far the world's largest producer of cotton textiles. Indian textiles are renowned both for their fine quality and exquisite craftsmanship. One second. Okay, what is saying in that paragraph? Indian textiles had long been renowned both for their fine quality and exquisite craftsmanship. They were extensively traded in Southeast Asia and West Central Asia. From the 16th century, European trading companies began buying Indian textiles for sale in Europe. Memories of this flourishing trade and the craftsmanship of Indian weavers is preserved in many words still current in English and other languages. It is interesting to trace the origin of such words and see that they tell us. What is saying? We need to first look at the textile production. Around the 1750s, before the British conquest Bengal, അന്ന് ബംഗാളിലാണ് അവർ സ്റ്റാർട്ട് ചെയ്ത റൂള് അല്ലേ. ബിഫോർ ദാറ്റ് ബംഗാളിൽ അവർ കോൺക്വർ ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യ വാസ് ബൈ ഫാർ ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽസ്. ഇന്ത്യ മേക്ക് കോട്ടൺ ടെക്സ്റ്റൈൽസ് for the world market, especially to Europe. Okay, largest producer of cotton textiles. India was the largest producer of cotton textiles. Indian textiles had long been renowned both for their fine quality and exquisite craftsmanship. India's textiles had got famous with their fine quality. That means smooth fine quality and എക്സ്ക്യൂസിറ്റ് ക്രാഫ്റ്റ്മാൻഷിപ്പ് അല്ല, നല്ല വിദഗ്ധമായിട്ടുള്ള ക്രാഫ്റ്റ്മെൻസ് കൈകൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആയതുകൊണ്ട് എക്സ്ക്യൂസിറ്റ് ക്രാഫ്റ്റ്മാൻഷിപ്പോടും അതിന് ഫൈൻ ക്വാളിറ്റിയോടും റിനൗണ്ട് ആയിരുന്നു. റിനൗണ്ട് മീൻസ് ഫേമസ് ആയിരുന്നു. ദേ വർ എക്സ്റ്റെൻസീവ്ലി ട്രേഡഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ദേ വർ എക്സ്റ്റെൻസീവ്ലി നന്നായിട്ട് അത് കച്ചവടം നടത്തിയിരുന്നത് എവിടേക്കായിരുന്നു? എക്സ്റ്റെൻസീവ്ലി ട്രേഡഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മെയിൻലി ജാവ, സുമാത്ര ആൻഡ് പെനാങ്, ഇത്രയും ഏരിയാസിൽ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ, ആൻഡ് വെസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ വെസ്റ്റേൺ പാർട്ടിലും സെൻട്രൽ ഏഷ്യയിലും ദിസ് വിച്ച് ട്രേഡഡ് India's fine quality cotton textiles. Then from the 16th century, European trading companies began buying Indian textiles for sale in Europe. European trading companies too bought from Indian weavers cotton textiles for sale in Europe. Memories of this flourishing trade, memories of this which famous trade and the craftsmanship of Indian weavers, speciality of Indian weavers is preserved in many words still current in English and other languages. That means അന്ന് ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ വീവേഴ്സ് നെയ്തിരുന്ന കോട്ടൺ തുണിത്തരങ്ങൾ വാങ്ങിയിരുന്നതിൻ്റെ തെളിവായിട്ട് ഇന്നും പല യൂറോപ്യൻ കൺട്രീസിലും പല ഫോറിൻ കൺട്രീസിലും ആ നെയിംസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ കോട്ടൺ ടെക്സ്റ്റൈൽസിന് ഓരോ നെയിമാണ് ഉണ്ടായിരുന്നത്. ആ നെയിമിലുള്ള ഐറ്റംസ് അവരിപ്പോഴും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹിയർ സെയിങ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ട്രേസ് ദ ഒറിജിൻ ഓഫ് സച്ച് വേർഡ്സ് and see they tell us. Next we need to study interesting to see that words. Okay, words tell us histories. ചില വേർഡ്സ് നമ്മളോട് പഴയ ഹിസ്റ്ററി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഹിയർ സെയിങ്. യൂറോപ്യൻ ട്രേഡേഴ്സ് ഫസ്റ്റ് encountered fine cotton cloth from India carried by Arab merchants in Mosul in present day Iraq. So they began referring to any fine woven textiles as muslin, a word that acquired wide currency. What is saying?
European traders first encountered the fine cotton cloth from India. യൂറോപ്യൻ ട്രേഡേഴ്സ് എൻകൗണ്ടേർഡ് മീൻസ് അവിടെ കൊണ്ടുവന്നിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ ഐറ്റംസ് ആയിരുന്നു. ക്യാരിഡ് ബൈ അറബ് മെർച്ചൻസ് അല്ലേ, അത് കൊണ്ടുപോയിരുന്നത് അറബി മെർച്ചൻസ് ആയിരുന്നു, അറബി വ്യാപാരികളായിരുന്നു ഇന്ത്യയിലെ കോട്ടൺ ഐറ്റംസ് ആദ്യമായിട്ട് ക്യാരി ചെയ്തത്. ഇൻ മൊസൂൽ ഇൻ പ്രസന്റ് ഡേ ഇറാഖ് അല്ലേ, മൊസൂൽ എന്നുള്ള പ്ലേസിൽ, അതായത് ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്ന പ്ലേസിലോട്ടായിരുന്നു അവർ ആദ്യത്തെ ആ തുണിത്തരങ്ങൾ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവരുന്നത്. സോ ദേ ബിഗാൻ റെഫറിങ് ടു ഓൾ ഫൈൻലി വൂവൺ ടെക്സ്റ്റൈൽസ് ആസ് മസ്ലിൻ. അപ്പം മൊസൂൽ എന്ന പ്ലേസിലോട്ട് കൊണ്ടുപോയിരുന്നോട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ഐറ്റംസിനെല്ലാം അവരന്ന് മസ്ലിൻ ക്ലോത്ത് എന്ന് പറയപ്പെട്ടു. ഓക്കെ, അപ്പോൾ അറബ് മെർച്ചൻസ് ഇല്ല, ഇന്നത്തെ ഇറാഖിനെ അന്ന് മൊസൂൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ കൊണ്ടുപോയിരുന്ന ഈ കോട്ടൺ തുണിത്തരങ്ങളെല്ലാം മസ്ലിൻ എന്നറിയപ്പെട്ടു. ഓക്കെ, എ വേർഡ് ദാറ്റ് അക്യൂർഡ് വൈഡ് കറൻസി അല്ലേ, വൈഡ് കറൻസി മീൻസ് പലയിടത്തും ആ ഒരു മസ്ലിൻ ക്ലോത്ത് എത്തി. When the Portuguese first came to India in search of spices that landed in Calicut for the Kerala coast in southwest India, the cotton textiles which they took back to Europe along with the spices came to be called calico, derived from Calicut. അതായത് അനദർ വേർഡ്, വൺ വേർഡ് വി സോ മസ്ലിൻ അല്ലേ, ഇന്നും മസ്ലിൻ തുണിത്തരങ്ങളുണ്ട്. അത് ഏത് പേരിൽ നിന്നാണ് വന്നത്? ഇന്നത്തെ ഇറാഖിന് അന്നുണ്ടായിരുന്ന പേര് മൊസൂൽ എന്നായിരുന്നു. ആ ഇറാഖിലുള്ള അറബ് ട്രേഡേഴ്സ് മെർച്ചൻസ് ഈ ഐറ്റംസ് കൊണ്ടുപോയതുകൊണ്ട് ആ മസ്ലിൻ എന്നുള്ള പേര് ആ കോട്ടന് കിട്ടി. ഇന്നും മസ്ലിൻ എന്ന പേരിൽ തുണിത്തരങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി പോർച്ചുഗീസ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ഇൻ സെർച്ച് ഓഫ് സ്പൈസസ്. ദേ ലാൻഡഡ് ഇൻ കാലിക്കറ്റ് ഓൺ കേരള കോസ്റ്റ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെ, സൗത്ത് വെസ്റ്റ് ഇന്ത്യ. ഇന്ത്യയിലെ സൗത്ത് വെസ്റ്റ് ഇന്ത്യയിലെ കേരളത്തിലെ കാലിക്കറ്റിലാണ് അവർ സ്പൈസസ് ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നത് ബൈ ദ പോർച്ചുഗീസ്. എലോങ് വിത്ത് ദ സ്പൈസസ് അല്ലെ, സ്പൈസസിന്റെ കൂടെ കെയിം ടു ബി ദ കോട്ടൺ ടെക്സ്റ്റൈൽസ് വിച്ച് ദേ ടുക്ക് ബാക്ക് ടു യൂറോപ്പ് എലോങ് വിത്ത് സ്പൈസസ് അല്ലെ, സ്പൈസസിന്റെ കൂടെ ദേ ടുക്ക് ബാക്ക് ദ cotton textiles too, and subsequently calico became the came to be called calico. അതായത് അവർ കൊണ്ടുപോയിരുന്ന ആ തുണിത്തരങ്ങളെ അവർ വിളിച്ചത് കാലിക്കോ എന്നാണ്. കാരണം കാലിക്കറ്റിൽ നിന്നാണ് അവർ കൊണ്ടുപോയിരുന്നത് എന്നുള്ള കാരണത്താൽ, derived from Calicut, and subsequently calico became the general name of all cotton textiles. അങ്ങനെ എല്ലാ കോട്ടൺ ടെക്സ്റ്റൈൽസിനുള്ള മറ്റൊരു പേരായിട്ട് കാലിക്കോ എന്നറിയപ്പെട്ടു. അന്ന് പോർച്ചുഗീസുകാർ കാലിക്കറ്റിൽ നിന്ന് കൊണ്ടുപോയ കാരണത്താലാണ് ആ നെയിം കിട്ടിയത്. ഇപ്പോഴും കാലിക്കോ എന്ന് പറഞ്ഞ ഐറ്റംസ്, ടെക്സ്റ്റൈൽ ഐറ്റംസ് പറയപ്പെടുന്ന, ഇപ്പോഴും ആ നെയിം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, there are many other words which point to the popularity of Indian textiles in Western market. In figure 3, you can see a page of an order book that the English East India Company sent to its representatives in Calcutta in 1730. There are many other words which point to the popularity of Indian textiles. വേറെയും ഒരുപാട് നെയിംസ് ഉണ്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ മാർക്കറ്റിൽ, യൂറോപ്യൻ മാർക്കറ്റിൽ. ഇൻ ഫിഗർ 3 അല്ലേ, have you see that figure 3? Can you a page of an order book അല്ലേ, ഇപ്പുറത്ത് കാണുന്ന ആ നെയിം ബുക്ക് ഒരു ഓർഡറിന്റെ ബുക്കാണ്. അതിൽ ഇന്ത്യയിൽ നിന്നും കച്ചവടം നടത്താനുള്ള ഒരു ഓർഡർ ബുക്കായിട്ടാണ് കാണുന്നത്. ദാറ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെൻഡ് ടു ഇറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ കൽക്കട്ട ഇൻ 1730 അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1730 അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്ത് കൊടുത്തതാണ് ഇത്രയും ഐറ്റംസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. ദ ഓർഡർ ദാറ്റ് ദ ഇയേഴ്സ് വാസ് ഓഫ് 5,89,000 സ്പീഷീസ് ഓഫ് ക്ലോത്ത് അല്ലേ, എത്ര 5,89,000 സ്പീഷീസ് ഓഫ് ക്ലോത്ത്, അത്രയും പീസസ് ഓഫ് ക്ലോത്ത്, അത്രയും പീസസ് ഓഫ് ക്ലോത്ത് വാങ്ങുന്നതിനുള്ള ഓർഡർ ബുക്കാണ് കാണുന്നത്. ബ്രൗസിംഗ് ത്രൂ ദ ഓർഡർ ബുക്ക് യു വുഡ് ഹാവ് സീൻ എ ലിസ്റ്റ് ഓഫ് 98 വെറൈറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് ക്ലോത്ത്. 98 നെയിംസിലുള്ള വെറൈറ്റീസ് ഓഫ് കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈൽസിൻ്റെ നെയിംസ് വി ഹാവ് സീൻ ഫ്രം ദിസ് ഓർഡർ. ദീസ് വർ known by their common name in the European trade as piece goods. ഈ പേരുകളിൽ ഇപ്പോഴും യൂറോപ്യൻ മാർക്കറ്റിൽ ആ പേരുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. യൂഷ്വലി woven cloth pieces that were 20 yards long and 1 yard wide അല്ലെ,
woven cloth pieces. That means ഇന്ത്യയിലെ വീവേഴ്സ് കൈകൊണ്ട് നെയ്തുണ്ടാക്കിയിരുന്ന ആ തുണിത്തരങ്ങൾ എത്ര ഉണ്ടായിരുന്നു വീതി? 20 yard ലോങ് അല്ലേ? 20 yard ലോങ് ആൻഡ് 1 yard വൈഡ്. 1 yard വൈഡും 20 yard ലോങ്ങും ഉള്ള തുണിത്തരങ്ങളായിരുന്നു ആ ടൈമിൽ ഇന്ത്യൻ വീവേഴ്സ് വീവ് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ, just introduction we saw from this chapter. You should read minimum 5 times this chapter. If you have any doubt, you can ask to me. Then for the coming exam we need to complete the next 2 chapters too. So I will take speedily in the next classes, otherwise we can't complete the portions. So now we can stop here. The next part we can study in the next class. Okay, thank you.